സ്വാതി മിസ്സേ, അല്ല നല്ല ഹാപ്പി ആണല്ലോ. കുറെ നേരമല്ലോ ഇവിടെ നിൽക്കുന്നത്. നല്ല ഹാപ്പിയാ മിസ്സേ. എന്താണെന്നറിയോ, ഇന്ന് April 25 അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ മിസ്സിന്? അറിയാം, അതുകൊണ്ടല്ലേ ഞാനും വന്നത്. ആണോ? അതായതേ നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. തുടരും സിനിമയുടെ റിലീസാന്ന്. അതാണോ? ഞാൻ അതിനേക്കാളും വലിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നേ. വേറെ പടം റിലീസ് ചെയ്യുന്നുണ്ടോ? അയ്യോ, പടത്തിന്റെ കാര്യമല്ല. April 25 ലോക മലേറിയ ദിനം. കൊതുകും ഈച്ചയുടെ ഒക്കെ അതായിരിക്കും അല്ലേ? അത് പറയാനാ ഞാൻ വന്നേ. അല്ല സ്വാതി മിസ്സേ, ഈ മലേറിയ പരത്തുന്നത് കൊതുകാണോ ഈച്ചയാണോ? എന്താ ഡൗട്ട്? മലേറിയ പരത്തുന്നത് കൊതുകല്ലേ? ആ കൊതുകിന്റെ പേരാണ് അനോഫിലസ് പെൺകൊതുക്. ഈ മലേറിയയും മലമ്പനിയും ഒക്കെ ഒന്ന് തന്നെയാണോ? സെയിം. മലേറിയന്റെ വേറെ പേരാണ് മലമ്പനി. മലമ്പനി. ഓ, അപ്പൊ രോഗകാരി കൊതുകാണല്ലേ? രോഗകാരി കൊതുകാന്ന് പറയുന്നത് ശരിയല്ല. രോഗകാരി എന്ന് വെച്ചാല് രോഗം ഉണ്ടാക്കുന്ന ആളല്ലേ. അപ്പൊ മലേറിയ രോഗത്തിന് കാരണത്തിന് നമ്മൾ പറയാ പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഒരു രോഗകാരിയാണ്. അതിൽ തന്നെ പ്രോട്ടോസോവന്റെ പേരാണ് പ്ലാസ്മോഡിയം. അങ്ങനെയാണ് അതിന്റെ പേര്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഉണ്ടാക്കുക. പക്ഷെ കൊതുക് ഇവിടെ ആരാന്ന് വെച്ചാ പരത്തുന്ന ആള്. വാഹകർ. ഒരാളിലുള്ള രോഗം മറ്റൊരാളിലേക്ക് പരത്തുന്ന വാഹകർ. അപ്പൊ രോഗകാരി ആരാണോ? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. കിട്ടി. അപ്പോഴേ ഈ അവിടെ പോസ്റ്റർ നോക്കിക്കൊണ്ട് വെറുതെ നിന്ന എന്നെ ഈ മല ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നില്ലേ ഇത്രയും സമയം? മലേറിയയുടെയും മലമ്പനിയുടെയും April 25 ഒക്കെ കാര്യം പറയാൻ. എനിക്കും കുറച്ച് മലയാളം പറയാനുണ്ട്. അതെ, അപ്പം താടിയും പറത്തിക്കൊണ്ടിരിക്കുന്നോ? ഞാൻ പറഞ്ഞില്ല. പിന്നില്ലേ, ഈ മലമ്പനി എന്ന പദം, മല അധികം പനിയാണ് മലമ്പനി. അത് പിരിക്കുമ്പോഴേ ആഗമസന്ധ്യയാണ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞതിൽ എന്താണെന്ന് അറിയാം? കൊതുകിന്റെ കാര്യം. കൊതുകിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ മല കയറി വന്നത്. അപ്പൊ മല കയറ്റമാണ്. അതിനെ എങ്ങനെ നമ്മളൊന്ന് വിഗ്രഹിക്കും? മലയിൽ കയറ്റം. അതായത് ആധാരിക തൽപുരുഷൻ. സന്ധ്യയുമായി സമാസമായി. പിന്നെ ഈ രോഗം പരത്തുന്ന പെൺകൊതുകില്ലേ, അവളെ കുറിച്ചും കുഞ്ചൻ നമ്പ്യാർ പണ്ടേ പാടിയിട്ടുണ്ട്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, എന്തിലും ദോഷം മാത്രം കാണുന്നവരെ കുറിച്ചാണ് ഈ അടിപൊളി കവിത. അപ്പം മലേറിയായി, മലമ്പനിയായി, പിന്നെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയായി, ലാലേട്ടൻ്റെ തുടരുവായി. സെറ്റ്.